സ്തോത്രം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ഒരു വചനം വായിക്കാം. രൂത്ത് 1-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മാവി അമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. സ്തോത്രം. ഈ വാക്കൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഈ വചനങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളവരാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു വിഷയങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. രൂത്ത് മോബാബി ദേശത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. അവരുടെ അമ്മായി അമ്മയ്ക്ക് തന്നെ, ഈ രൂത്തിൻ്റെ അമ്മയ്ക്ക് 2 ആൺമക്കളുണ്ട്. അവരിവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ്, സ്തോത്രം, നവോമി എന്നാണ് അവരുടെ പേര്. പക്ഷേ 2 മക്കൾ മരിച്ചുപോയി. ആ മരണത്തിൻ്റെ അകത്ത് വെച്ച് 2 പേരും പിരിഞ്ഞു പോകാനായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. ഈ 2 പേരിൽ ഒരാൾ പിരിഞ്ഞുപോയി, ഒരാൾ അവിടെ നിന്ന്. ആ ആളാണ് രൂത്ത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ വിട്ട് പിരിഞ്ഞു പോകുന്നില്ല, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. നീ എവിടെയാണ് പോകുന്നത്, അവിടെ ഞാനും വരും. നീ മരിച്ച് അടക്കപ്പെടുന്ന അതേ സ്ഥലത്ത് എന്നെയും അടക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ന് അനേക പേര് ദൈവനാമത്തിൽ, സ്തോത്രം, കല്യാണം കഴിച്ച് വിടുന്ന കുടുംബങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. പാസ്റ്റേഴ്സ് വന്ന് അവരുടെ കൈ പിടിച്ച് കൊടുത്തിട്ട് പറയുന്നൊരു വാക്കുണ്ട്: ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ പിരിക്കരുത്. സ്തോത്രം. 2 നല്ല ആഡംബരത്തോടു കൂടിയും നല്ല ദൈവവചനത്തോടു കൂടിയൊക്കെയാണ്, സ്തോത്രം, ഈ വിവാഹങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഞാൻ ഈ ഇടയ്ക്ക് കോടതിയിൽ ഒരു വിഷയമായിട്ട് ഞാൻ കോടതിയിൽ ചെന്നപ്പോൾ ഒരു 3-4 കുടുംബത്തെ ഞാനവിടെ ശ്രദ്ധിച്ച്. അവരെല്ലാം സ്നാനപ്പെട്ടവരും വചനം കേൾക്കുന്നവരും ചർച്ചിൽ പോകുന്നവരൊക്കെയാണ്. ഞാൻ അതിലൊരു സിസ്റ്ററോട് കേട്ട് എന്ത് സംഭവം എന്ന് കേട്ട്. അപ്പോൾ അവർ പറഞ്ഞത്, അമ്മായി അമ്മ ശരിയല്ല. അപ്പം ഞാൻ അവിടെ നിന്ന് ചിരിച്ചു. സ്തോത്രം. ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ പെൺമക്കൾക്കെല്ലാം, നമ്മളെന്ന് പറഞ്ഞാൽ എനിക്കൊരു പെൺകുട്ടിയുണ്ട്, സ്തോത്രം, അവർ നമ്മുടെ വീട്ടിൽ പെരുമാറുന്നത് പോലെയാണ് കല്യാണം കഴിച്ച് പോകുന്ന ഭവനത്തിൽ അവർ പെരുമാറുന്നത്. നമ്മുടെ മക്കൾ നമുക്ക് നല്ല ചെല്ലവും നല്ല സ്നേഹവും ഒക്കെയാണ്. അവർ, സ്തോത്രം, രാവിലെ 10 മണിക്ക് ഉറക്കം എണീക്കത്തുള്ളൂ. അവരെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കത്തില്ല, ഒരു മുറ്റം പോലും നേരെ ചൊവ്വ അടിപ്പിക്കത്തില്ല. ആ കല്യാണ ടൈം വരെയും അവർ കളിയും ചിരിയും, നമ്മളൊക്കെ പറയാറുണ്ട് കൊച്ചു കുട്ടികളാണ്, അവരുടെ, സ്തോത്രം, ലൈഫിൽ നമ്മളൊരു കരടായിട്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറാറുണ്ട്. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. വേറൊന്നും കൊണ്ടല്ല, കാരണം പെൺകുട്ടികളാണെങ്കിൽ അവർ കല്യാണം കഴിഞ്ഞ് പോയേ പറ്റൂ. അപ്പം നമ്മളെ കൂടെ നിന്ന് അവർ പഠിക്കുന്ന ചില പാഠങ്ങളും ചില കാര്യങ്ങളും ഉണ്ട്, സ്തോത്രം. അത് കല്യാണം കഴിഞ്ഞ് പോകുന്ന ആ വീട്ടിൽ നടക്കത്തില്ല. കാരണം അവിടുത്തെ അമ്മായി അമ്മ വേറെ സ്റ്റൈലാണ്. സ്തോത്രം. കർത്താവ് പറയുന്നൊരു പദം ഇങ്ങനെയാണ്: ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വാ പ്രസ്താവിക്കും. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിനകത്ത് കയ്പുണ്ട്, വൈരാഗ്യമുണ്ട്, കുശുമ്പുണ്ട്, നുണയുണ്ട്, സ്തോത്രം, എപ്പോഴുള്ള മുൻകോപങ്ങളും നമുക്കുണ്ട്. ഇതെല്ലാം നമ്മൾ അടിത്തട്ടിലിട്ട് വെച്ചിരിക്കും. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം, ഇതെല്ലാം അടിത്തട്ടിലിട്ട് വെച്ചിരിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഇഷ്ടം, അതാണ് നമ്മൾ ഒരു കാരണവശാലും, സ്തോത്രം, മാറ്റത്തേയില്ല. ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ. ഇത് വെച്ച് നമ്മൾ ആരാധിക്കും, ഇത് വെച്ച് നമ്മൾ പാടും, ഇത് വെച്ച് നമ്മൾ സ്തുതിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേ, നമുക്ക് മുൻകാലങ്ങളിൽ എതിരായിട്ട് നിന്ന ഒരു സ്ത്രീയോ പുരുഷനെയോ നമ്മൾ നേരിൽ കണ്ടാൽ അടിത്തട്ടി കിടക്കുന്ന ആ കോപം ചാടി എണീറ്റ് ഫ്രണ്ടിൽ വരും. ഹലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ്, സ്തോത്രം, നമ്മുടെ മക്കൾക്ക് ഭർത്താവിനോട്, അമ്മായിയമ്മയോട് യോജിപ്പിച്ച് നിൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണം? സ്തോത്രം. യോജിപ്പിച്ച് നിൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്തുവാ? നമ്മളുടെ ചില ഇഷ്ടങ്ങൾ, നമ്മളുടെ ചില ഉപദേശങ്ങൾ നമ്മുടെ മക്കളെ വചനത്തോട് കൂടി തന്നെ പഠിപ്പിക്കണമെന്നാണ് തിരുവചനം പറയുന്നത്. ബാലൻ എങ്ങനെ നടക്കണം എന്ന് വ്യക്തമായിട്ട് ബൈബിളിലുണ്ട്. ഇവിടെ നിങ്ങൾ നോക്ക്, രൂത്ത് ആ അമ്മായിയോട് പറ്റിച്ചേർന്ന് നിൽക്കുകയാണ്. ആ രൂത്ത് പറയുന്ന പദം ഇങ്ങനെയാണ്: അമ്മായി അമ്മയോട്, നിങ്ങൾ എവിടെ പോകുന്നുവോ അവിടെ ഞാൻ വരും. അപ്പോൾ അവരുടെ സഹകരണം എങ്ങനെയാണ്? ആ അമ്മായി അമ്മ എങ്ങനെ സംസാരിച്ചു?
അവർക്ക് ആ ദൈവ ഭയം അവരുടെ ഉള്ളിൽ കിടപ്പുണ്ടോ? സ്തോത്രം. രൂത്ത് പറയുന്നൊരു പദം ഇങ്ങനെയാണ്, നിങ്ങളുടെ ദൈവം എൻ്റെയും ദൈവം. ഹലോ, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളിന്ന് നമ്മുടെ സഭകളിൽ നിന്ന് എടുത്തു നോക്കിയ ഒരു 50% ആൾക്കാരുടെ മക്കളിൽ, ഞാൻ എൻ്റെ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് പറയുന്നത്, കോടതിയും ചർച്ചയും പാസ്റ്റേഴ്സിനെ വിളിച്ച് വീട്ടിനകത്ത് ഇരുത്തി കുടുംബ ചർച്ച ചെയ്യുന്നതും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള വിഷയത്തിനകത്ത് കുടുംബ ചർച്ച ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാൻ പോയി ഇരുന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പറയുന്ന വാക്കിതാണ്, ഭാര്യയും ഭർത്താവിൻ്റെയും കാര്യത്തിൽ ഒരു പാസ്റ്റർമാർ ഇടപെടരുത്. അത് ഇടപെടാൻ പാടില്ല. കാരണം അവർ തമ്മിലുള്ള വിഷയം അവർ തന്നെ പറഞ്ഞു തീർക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഭർത്താവിൻ്റെ രഹസ്യങ്ങൾ അറിയുന്നതാണ് ഭാര്യ, ഭാര്യയുടെ രഹസ്യങ്ങൾ അറിയുന്നതാണ് ഭർത്താവ്. സ്തോത്രം. ഇതിൻ്റെ നടുക്കാണ് ഈ പറയുന്ന അമ്മ, അമ്മായി അമ്മ. ഒരു സ്ത്രീ ഒരു കുടുംബത്തിനകത്ത് ചെന്ന് കയറുമ്പോൾ, സ്തോത്രം, രൂത്ത് സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോ, നിങ്ങളുടെ ദൈവം എൻ്റെ ദൈവം. എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കണേ? ഒരു വ്യക്തി ആ ഭവനത്തിൽ കടന്നു കയറുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നീ ഏതെങ്കിലും ഭവനത്തിൽ ചെന്നാൽ ആ ഭവനത്തെ നോക്കി പറ, ഈ ഭവനത്തിന് സമാധാനം. അപ്പോൾ നമ്മുടെ മക്കളാകട്ടെ, അവർ കല്യാണം കഴിച്ചൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ സമാധാനം അവരുണ്ടാകണം. അവർ പറയണം, ഈ മോള് വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തെക്കുറിച്ച് എന്താണെന്ന് അറിഞ്ഞതും വചനം, പ്രാർത്ഥന എന്താണെന്ന് അറിഞ്ഞതും. നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്തോ തോന്നിക്കിട്ടു, നോ പ്രോബ്ലം, അതിലെനിക്ക് വിഷയമല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇന്ന് നമ്മൾ സന്തോഷത്തോടെ സ്ത്രീധനം കൊടുത്ത് തന്നെയാണ് കല്യാണം, കാറ്, ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം കൊടുത്ത് തന്നെ വിവാഹം കഴിച്ചു വിടുന്നത്. അവർ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടോ? ഏറിയ 4 മാസം അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 5 മാസം. അത് കഴിഞ്ഞാൽ തുടങ്ങും. എന്ത് കാരണം? ഇവിടെ നബോമിയുടെ 2 മരുമക്കളിൽ ഒരാൾ പോയി, പക്ഷേ രൂത്ത് അവരുടെ കൂടെ നിൽക്കുന്ന. എങ്ങനെ നിൽക്കുന്ന? കല്യാണം കഴിഞ്ഞ നാൾ മുതലുള്ള സഹകരണം. ഒരു വീട്ടിൽ ഒരു മരുമകൾ കയറി വരുമ്പോൾ അമ്മായി അമ്മ എങ്ങനെ പെരുമാറണമെന്ന് പോലും നമ്മളുടെ തിരുവചനങ്ങളുണ്ട്. ഒരു മരുമകൾ എങ്ങനെ അമ്മായിയോട്, അമ്മായിയപ്പനോട് എങ്ങനെ പെരുമാറണം, എന്തിന്? ഒരു ദൈവം മകളെന്നാണ് പറയുന്നത്, ഇല്ലേ? യേശു എന്താ പറഞ്ഞേ? ഹൃദയത്തിനകത്ത് കിടക്കുന്ന കയ്പാണ് ഒരു വ്യക്തിയെ ഇല്ലാതാക്കുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ. ഇപ്പോഴൊക്കെ സ്തോത്രം, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഭർത്താവിനോട് നമുക്ക് എത്ര ശതമാനമുണ്ട് സ്നേഹം? 100, 50? ഇപ്പോഴുള്ള നിങ്ങൾ ചിന്തിക്കേ. അപ്പോൾ ഈ കല്യാണം കഴിച്ച് വിടുന്ന ഭാര്യ ഭർത്താവിൻ്റെ ബന്ധത്തിൽ അവർക്ക് പ്രാർത്ഥന കുറവുണ്ട്. അവർ പരിശുദ്ധാത്മാവായിട്ട് സ്തോത്രം കൂടുതൽ എടുക്കുന്നില്ല. പകരം അമ്മായിയമ്മ പറഞ്ഞ വാക്ക്, സ്വന്തക്കാരി പറഞ്ഞ വാക്ക്, ബന്ധുക്കൾ പറഞ്ഞ വാക്ക്, ഇതെല്ലാം ഇങ്ങനെ വർക്കാവുകയാണ് അവരുടെ അകത്ത്. അമ്മ നോക്കമ്മ, ഞാൻ ചേട്ടന് ചായ ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് എൻ്റെ അമ്മായിയമ്മ, ഇവിടുത്തെ അമ്മേ എന്നെ കുറ്റപ്പെടുത്തി. നല്ലൊരമ്മ പറയും, മേലാൽ നീ ഇവിടെ ഫോൺ ചെയ്യരുത്, മേലാൽ നീ ഇവിടെ ഒരു കാര്യമൊന്നും സംസാരിക്കരുത്. നീ ഈ വീട്ടിൽ പിണങ്ങി വന്നാൽ നിന്നെ ഈ വീട്ടിനകത്ത് കയറ്റത്തില്ല. നിൻ്റെ ഭർത്താവുമായിട്ട്, നിൻ്റെ അമ്മായിയുമായിട്ട് കൂടെ കയറി വാ. അതാണ് നല്ലൊരു പ്രാർത്ഥനക്കാരി പറയുന്ന വാക്ക്. നല്ലൊരമ്മ പറയുന്ന വാക്കും അതാണ്. അല്ലാതെ മകൾ ഫോൺ ചെയ്ത് പറയുമ്പോൾ, മക്കളിങ്ങി വാ, അത് നമുക്ക് ചോദിക്കാം, നമുക്ക് എന്തെന്നൊക്കെ പാസ്റ്ററെ വിളിച്ച് ഒരു പ്രാർത്ഥന വയ്ക്കാം എന്ന് പറയരുത്. സ്തോത്രം എന്നങ്ങനെ സംസാരിക്കരുത്. അത് നമ്മുടെ മക്കൾക്കെല്ലാം ഏളിതമായി പോകും. അവർക്ക് നിൽക്കാനും തങ്ങാനും ഒരു വീടുണ്ടെങ്കിൽ അവർ എന്തും ഭർത്താവിനോട് സംസാരിക്കും. ഞാനതാ നേരത്തെ പറഞ്ഞത്. ഇത് നമ്മളെ ദൈവമക്കളെ കാര്യം മാത്രമല്ല. ഞാനതാ നേരത്തെ കുട്ടി പറഞ്ഞ, എനിക്കൊരു മോളുണ്ട്. സ്തോത്രം. കാരണം ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ IPSലല്ല, പക്കാ ഗൂണ്ടായുസത്തിലാണ്. അതിൽ നിന്നാണ് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച്, സ്തോത്രം, 10-19 വർഷമായി. അപ്പോൾ ഞാൻ ഓരോ കോടതിയുടെ എനിക്ക് കേസുണ്ടാവും. ആ പോകുന്ന സമയത്തെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കുടുംബ കോടതിയിൽ കൂടി ഒന്ന് ലാൻഡ് ചെയ്ത് കയറും. ഞാൻ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്, പറയാൻ തന്നെ എനിക്ക് നല്ല വിഷമമുണ്ട്, നമ്മുടെ പള്ളിയിൽ പോകുന്ന ആൾക്കാരെയാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവരെ ചിന്തിച്ച് നോക്കി. ആ കല്യാണ സമയത്ത് അവരുടെ സന്തോഷങ്ങൾ, ആ റിസപ്ഷന് ബഹളമാണ്, 3 മാസം. സ്തോത്രം. പക്ഷെ അവിടെ രൂത്തും നവോമിയും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഒരു ബോവസിനെ, സ്തോത്രം, ദൈവം അവർക്ക് പ്രസൻറ്റ് ചെയ്തത്. ആമേൻ. സ്തോത്രം. ഈ പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താ കാരണം?
ഇന്ന് ഒത്തിരി ഡൈവേഴ്സ് നടക്കുന്നുണ്ട്. ഒത്തിരി പേര് ഇന്ന് സ്തോത്രം മുഖംമൂടിയിട്ട് ഭർത്താക്കന്മാരുടെ ഭാര്യന്മാരുടെ കൂടെ, അതായത് എങ്ങനെ മുഖംമൂടി സ്നേഹം. കാരണം അവർക്ക് ബൈബിൾ വായിക്കാൻ നേരമില്ല. ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് കേട്ടാൽ അവർ ഉടനെ തന്നെ സ്തോത്രം യൂട്യൂബ് എടുത്ത് നോക്കും. പണ്ടത്തെ അമ്മാമ്മമാരുണ്ട്, അവർ ദൈവത്തിൽ അതിരാവിലെ അവരെണീച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമുണ്ട്. ഞാൻ ഇതൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്. രാവിലെ പ്രാർത്ഥിക്കുന്നു, വചനം ധ്യാനിക്കുന്നു, അതുപോലെ അവരുടെ സ്വഭാവങ്ങളും അതുപോലെ അവരുടെ മക്കളും. നമ്മുടെ ബൈബിളിലുണ്ട്. ആരാ? കണ്ണുകുരുടായി പോയ ശമൂവേൽ വളർന്ന സ്ഥലം. സ്തോത്രം. ഏലി പുരോഹിതൻ്റെ 2 മക്കൾക്ക് എന്ത് സംഭവിച്ചു? ആ 2 മക്കൾ എങ്ങനെ വളർന്നു? ആത്മീയതയിൽ നിന്ന് അവർ വളർന്ന. നമുക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാം. ഇന്ന് നമ്മളുടെ ചെറുപ്പക്കാരി നമ്മുടെ മക്കളൊക്കെ ദൈവത്തിന് വേണ്ടി എന്തോ പ്രയോജനം ചെയ്യുന്നതെന്നാണ് ഈ പറയുന്നത്. അവർക്ക് വലിയ ബൈക്ക് വേണം, അവർക്ക് അത് വേണം, അവർക്ക് ഇത് വേണം. നമ്മളെല്ലാം യെസ് വെച്ച് കൊടുക്കും. അപ്പൻ കൂലിപ്പണിയാണെങ്കിലും 25,000 ഫോണില്ലെങ്കിൽ മോൾ അവിടെ വഴക്കുണ്ടാക്കും. അമ്മ സ്തോത്രം തൊഴിലുറപ്പുള്ള അമ്മയാ. ആ അമ്മ എങ്ങനെയെങ്കിലും ലോൺ എടുത്ത് എനിക്ക് പുതിയ വണ്ടി വാങ്ങിച്ചു തരണം. ഈ വണ്ടി അവന് വാങ്ങിച്ചു കൊടുത്താല ഇപ്പം മര്യാദയ്ക്ക് ഓടിക്കൂ. നിങ്ങൾ ചിന്തിക്കാനായി സംസാരിക്കുന്നേ. നന്നായി ചിന്തിക്കേ. എന്തുകൊണ്ടാണ് ക്രിസ്തുവിൽ ആയ നമ്മുടെ കുടുംബങ്ങൾക്ക് സമാധാനമില്ലാത്തേ? സാത്താന് നമ്മളല്ലേ വഴി ഒഴുക്കി കൊടുക്കുന്നേ? അമ്മായിയമ്മയെ എങ്ങനെ സ്നേഹിക്കണം, ഒരു വീട്ടിൽ പോയാൽ അവരോട് എങ്ങനെ പെരുമാറണം, അവരും നിൻ്റെ അമ്മയെപ്പോലെ നിൻ്റെ അപ്പനെപ്പോലെ നീ ചെയ്യണം എന്ന് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. ഇതാ കല്യാണ സമയത്ത് മാത്രം 3 ദിവസത്തെ ഉപവാസവും പാസ്റ്റർമാരെയും വിളിച്ചിരുത്തി ഒരു കഥയും പിന്നെ സ്നാനവും. അതാണ് ബഹുരസം. നീ വളർന്നതെവിടെ? നീ പഠിച്ചതെവിടെ? നീ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ? നീ സ്തോത്രം ആരാധനയിൽ മുൻപന്തി നിന്ന ആളല്ലേ? ആമേൻ ആമേൻ. സ്തോത്രം പറയാൻ മുൻപന്തി നിന്ന ആളല്ലേ? ദൂത് പറയാൻ മുൻപന്തി നിന്ന ആളല്ലേ? ഇപ്പം എവിടെ? ഒത്തിരി പേർക്ക് നീ ദൂത് പറഞ്ഞ ആൾക്കാരല്ലേ? ഒത്തിരി പേരോട് സംസാരിച്ച ആളല്ലേ? പക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങളാ? ആഴത്തിലേക്ക് പോ. ആഴത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കേ. എന്തുകൊണ്ടാണ് രൂത്തും നവോമിയും ഇത്ര സ്നേഹത്തിൽ നിൽക്കുന്നേ? നിങ്ങൾ ചിന്തിച്ചേ പറ്റൂ. കാരണം സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം അത് ജാഗരിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ വിഷയത്തെ ജയിക്കാൻ പഠിക്കേ. പാസ്റ്ററെ കൊണ്ട് മധ്യസ്ഥ വിളിക്കും, അയലക്കത്തുള്ള ചേട്ടന്മാരെ കൊണ്ട് മധ്യസ്ഥ ചെയ്യും. ആദ്യം ഒരു കുഞ്ഞു വന്ന് നിൻ്റെ അടുക്കെ നിൻ്റെ ഭർത്താവിനെക്കുറിച്ച്, അവളുടെ ഭർത്താവിനെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ നിങ്ങൾ നിൽക്കരുത്. അമ്മയും അപ്പനും ബന്ധുക്കളും സഹോദരന്മാരും നിൽക്കരുത്. ഇറങ്ങി പോവാൻ പറയണം. കാരണം കുറ്റം പറയുന്നത് സാത്താനാ. നീ അവന് വഴിയൊരുക്കരുത്. നിൻ്റെ ഭർത്താവിൻ്റെ എന്ത് വിഷയമാകട്ടെ, അമ്മായിയുടെ എന്ത് വിഷയമാകട്ടെ, അമ്മായിയപ്പൻ്റെ എന്ത് വിഷയമാകട്ടെ, നീ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഭർത്താവിനോട് നിരപ്പാക്കേണ്ട വിഷയങ്ങൾ നിരപ്പാവണം. സ്തോത്രം. അതാണ് ഒരു പ്രാർത്ഥനക്കാരി. ഹല്ലേലൂയ. നിങ്ങളെ ഈ വചനങ്ങളാൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാനിത് പറയാൻ വന്നതിൻ്റെ കാരണം, ആ രൂത്ത് യഥാർത്ഥത്തിൽ അവർ ഏത് രാജ്യക്കാരിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇസ്രായേൽ രാജ്യക്കാരിയല്ല അവൾ. പക്ഷെ അവളുടെ മനസ്സ് എങ്ങനെ മാറി? ഒരു അമ്മായിയമ്മ, ആ അമ്മായിയമ്മയുടെ സ്നേഹം, ആ അമ്മായിയമ്മയുടെ വാക്ക്, ആ സഹകരണം. നീ തൊട്ടേനും പിടിച്ചേനും ഒന്നും അമ്മായിയുടെ കുറ്റം കണ്ടുപിടിക്കല്ലേ. ഈ കുറ്റം കൊണ്ടുവന്ന് നിൻ്റെ അമ്മയോടൊക്കെ പറഞ്ഞ് നിൻ്റെ അമ്മയും അതിനകത്തിറങ്ങി കുറ്റം സംസാരിക്കരുത്. അത് പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിയെ അല്ല. പരിശുദ്ധാത്മം നിന്നിലുണ്ടോ? സമാധാനം ഉണ്ടായിരിക്കും. ഈ വാക്കുകളാൽ, വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനവും വാക്കുകളും ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തുള്ളവർക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.